ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയെന്തു വേണം. രാമകഥാമൃതത്തിൻ്റെ 4-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാഘവനിലേക്കുള്ള യാത്രകൾ എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഭാരതീയ ഭാഷകളിലുണ്ടായ രാമായണ പരിഭാഷകൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു യാത്രയാണ്. രക്ഷകനെ തേടി രാഘവനിലേക്കുള്ള യാത്രകൾ. രാമായണം രാമന്റെ അയനമെന്ന് പറയുമ്പോൾ അത് പ്രത്യക്ഷാർത്ഥം മാത്രമേ ആകുന്നുള്ളൂ. രാമസ്യ അയനമെന്നും രാമായ അയനം രാമായണമെന്നും രാമായണത്തെ വിഗ്രഹിക്കാം. രാമായണം സജീവമാകുന്നത് അതിൻ്റെ പാരായണക്ഷമതയിലാണ്. പാരായണത്തിന് ഇത്രമാത്രം പ്രാധാന്യം നൽകിയ ഒരു ആധ്യാത്മിക ഗ്രന്ഥം മറ്റൊന്നില്ല. ഓരോ രാമായണ പരിഭാഷയും ഓരോ രാമായണ പാരായണവും അത് ചെയ്യുന്ന വ്യക്തിയുടെ യാത്രയാണ്. ഒരു രക്ഷകനെ അവർ തേടുന്നു. ആ രക്ഷാപുരുഷനായ രാഘവനിലേക്കുള്ള വായനക്കാരൻ്റെ യാത്രകളാണ് രാമായണം. അങ്ങനെ വായിക്കുന്നവനും വായിക്കപ്പെടുന്നവനും ഒരേ സമയം ചെയ്യുന്ന യാത്രകളുടെ സഫലതയാണ് രാമായണം. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനി പുങ്കവം. ആദികാവ്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. സാമ്പ്രദായികമായ മംഗളാചരണമോ ഇഷ്ടദേവതാ പ്രാർത്ഥനയോ വസ്തുനിർദ്ദേശമോ പോലുമില്ലാതെ തികച്ചും നാടകീയമായി കാവ്യം ആരംഭിക്കുന്നു. തപസ്വാധ്യായ നിരതനും തപസ്വിയും മഹാവാഗ്മിയുമായ നാരദ മഹർഷിയോട് തപോധനനായ വാൽമീകിയുടെ ചോദ്യം ആരംഭിക്കുകയാണ്. ഓരോ ചോദ്യവും ഉടലെടുക്കുന്നത് അറിവിലേക്കുള്ള കാൽവയ്പ്പുകളെയാണ് കാണിക്കുന്നത്. രാമായണം ആരംഭിക്കുന്നത് ചോദ്യത്തിലൂടെയാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കേണ്ടത് രാമായണം പലതിൻ്റെയും ഉത്തരമാണ് എന്നതാണ്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുകയല്ല, മറിച്ച് വ്യക്തമായ ഉത്തരങ്ങളിലൂടെ ചോദ്യങ്ങളെ അതിജീവിക്കുകയാണ് ഉത്തമ കാവ്യലക്ഷ്യമെന്ന് രാമായണം തെളിയിക്കുന്നു. കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത. ഒരു വ്യക്തിസത്തയിൽ ഉണ്ടായിരിക്കണമെന്ന് മനുഷ്യത്വമുള്ളവരൊക്കെ ആഗ്രഹിക്കുന്ന ഗുണങ്ങളൊക്കെയുള്ള മനുഷ്യൻ ആരാണ്? ഗുണവാൻ, വീര്യവാൻ, ധർമ്മജ്ഞൻ, കൃതജ്ഞൻ, സത്യവാക്, ദൃഢവ്രതൻ, ചാരിത്രയുക്തൻ, സർവഭൂതഹിതൻ, വിദ്വാൻ, ആത്മബോധമുള്ളവൻ, ദേവന്മാരെ പോലും വിറപ്പിക്കുന്നവൻ എന്ന് ആരെക്കുറിച്ച് പറയാനാകും? ഈ ഗുണങ്ങളുള്ള നരൻ ആരെന്നറിയുന്നതിൽ അങ്ങേക്ക് കഴിവുണ്ടെന്ന് എനിക്കറിയാം എന്നാണ് വാൽമീകി നാരദരോട് പറയുന്നത്. ഉത്തമ പുരുഷന്റെ 16 ഗുണങ്ങളാണ്
വാൽമീകി ചോദ്യരൂപത്തിൽ ഉന്നയിക്കുന്നത്. തുടർന്ന് വാൽമീകി രാമായണം ബാലകാണ്ഡത്തിലെ പ്രഥമ സർഗത്തിലെ 8 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളിലൂടെ ആ പുരുഷൻ ആരാണെന്ന് നാരദൻ പറയുന്നു. ഇക്ഷ്വാകുവംശപ്രഭവോ രാമോ നാമ ജനൈശ്രുത. നിയതാത്മാവും മഹാവീര്യവാനും തേജസ്വിയും ധീരനും വശിയുമാണ്. തുടർന്ന് ശ്ലോകങ്ങളിലൂടെ 64 വിശേഷങ്ങൾ കൊണ്ടാണ് നാരദൻ രാമനാണ് ഉത്തമ പുരുഷൻ എന്ന് സമർത്ഥിക്കുന്നത്. ഈ ചോദ്യത്തിലും ഉത്തരത്തിലും ഒരുപോലെ ആവർത്തിക്കുന്ന ഒരു വാക്കുണ്ട്, നരൻ. നാരദനാണ് ഉത്തരം പറയുന്നത്. നാരമെന്നാൽ അറിവ് എന്നർത്ഥം. നരനെക്കുറിച്ചുള്ള അറിവ് ദാനം ചെയ്യുന്നവനാണ് നാരദൻ. നാരദൻ സർവസഞ്ചാരിയും സർവവ്യാപിയുമാണ് എന്ന് പറയുന്നതിലെ ഔചിത്യം ഇതാണ്. മനുഷ്യനെക്കുറിച്ചുള്ള അറിവ് എവിടെയുണ്ടോ അവിടെ നാരദനുണ്ട്. ബാഹ്യരൂപത്തിലല്ല, ആന്തരിക ചൈതന്യത്തിലും ശക്തിയിലും മികച്ചു നിൽക്കുന്നവരാണ് ദേവന്മാർ. നാരായണ എന്ന് സദാ ജപിച്ചുകൊണ്ട് നരനെക്കുറിച്ചുള്ള അറിവുകൾ ദാനം ചെയ്തുകൊണ്ട് നാരദൻ യാത്ര ചെയ്യുകയാണ്. ഇത് രാഘവനെന്ന മനുഷ്യനിലേക്കുള്ള നാരദന്റെ യാത്രയാണ്. മനുഷ്യൻ മാതൃകയാക്കേണ്ടത് ആരെ എന്ന അന്വേഷണമാണ് ആദികാവ്യം മുന്നോട്ട് വയ്ക്കുന്നത്. സുഖപ്രദവും ദുഃഖപ്രദവുമായ സമസ്ത ജീവിത സന്ദർഭങ്ങളെയും തൊട്ടുകാണിച്ചുകൊണ്ട് മേൽപ്പറഞ്ഞ 64 ഗുണങ്ങൾ ഉപേക്ഷിക്കാതെ നിലനിർത്തിയതിൻ്റെ ഉദാഹരണമായി രാമന്റെ ജീവിതം കാണിച്ചു തരികയാണ് ആദികവി ചെയ്തത്. നാരദന്റെ ഉത്തരത്തിലൂടെ നരനെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നുകിട്ടിയ വെളിച്ചത്തിലൂടെ ജീവിത മഹാനാടകത്തിലെ സംഭവബഹുലമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ് വാൽമീകി ചെയ്തത്. അനേകം രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്ഭുത രാമായണം, ആനന്ദരാമായണം, തുളസീദാസ രാമായണം തുടങ്ങിയവ അവയിൽ പ്രധാനം. വാൽമീകി രാമായണവും അധ്യാത്മരാമായണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം പറയുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്ന വ്യത്യാസം തന്നെ ശുദ്ധ അബദ്ധമാണ്. വാൽമീകിയുടെ രാമൻ നരനും അധ്യാത്മരാമായണത്തിലെ രാമൻ നാരായണനുമാണെന്നതാണ് പ്രധാന ആളുകൾ എല്ലാവരും പറയുന്നത്. ഇത് ശരിയല്ല എന്ന് വാൽമീകി രാമായണം നന്നായി വായിച്ചവർക്ക് മനസ്സിലാകും. വിഷ്ണുവിൻ്റെ അർദ്ധഭാഗമായ രാമനെ കൗസല്യ പ്രസവിച്ചു എന്ന് വാൽമീകി രാമായണത്തിൽ വ്യക്തമായി പറയുന്നു. രാവണവധം കഴിഞ്ഞ് മണ്ഡോദരി പറയുന്നു, മാനുഷം രൂപമാസ്ഥായ വിഷ്ണു സത്യപരാക്രമഃ. അതാണ് സത്യം. മനുഷ്യന് മാത്രമേ രാവണനെ വധിക്കാൻ കഴിയൂ എന്ന കാരണത്താൽ രാമൻ മാനുഷനായി രൂപം മാറിയതാണ്. വാൽമീകി രാമായണത്തിലെ രാമൻ ജനിച്ചതും ജീവിച്ചതും മരിച്ചതുമെല്ലാം ഈശ്വര അവതാരമായിട്ട് തന്നെയാണ്. കവി രാമനെ കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. എന്നാൽ രാവണനെ കൊന്നതുകൊണ്ട് മാത്രം രാമദൗത്യം കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് രാമനെന്ന നരന്റെ പ്രസക്തി. എത്ര അത്ഭുത പരാക്രമിയാണെങ്കിലും ദേവചൈതന്യമുള്ളവനാണെങ്കിലും അനേകം ജന്മങ്ങൾ കഴിഞ്ഞു കിട്ടുന്ന മനുഷ്യജന്മം ലഭിച്ചാൽ ആ ജന്മത്തിൻ്റെ നന്മകളും തിന്മകളും മുഴുവൻ അനുഭവിക്കേണ്ടി വരും. നന്മകളും തിന്മകളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണ്ടി വരും. ഇതിൻ്റെ രണ്ടും കൂടിയുള്ള മിശ്രമാണ് മനുഷ്യ ജന്മം. എല്ലാം തികഞ്ഞവരില്ല. പാരിൽ പുമാനായി എന്ന് സാരം. ബാലിവധത്തിലും സീതാപരിത്യാഗത്തിലും
ഇന്നും രാമൻ പ്രതിക്കൂട്ടിൽ തന്നെ. ഏത് തത്വചിന്തയുടെ അടിസ്ഥാനത്തിലും അവയെ ന്യായീകരിക്കാൻ കഴിയുകയില്ല. പിന്നെ എന്തുകൊണ്ട് രാമൻ ഇത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നു മാത്രമേ പറയാനുള്ളൂ: രാമൻ മനുഷ്യനായതുകൊണ്ട് ചെയ്തു. മനുഷ്യനെന്നാൽ നന്മയും തിന്മയും ചെയ്യേണ്ടി വരുന്നവൻ. അങ്ങനെയുള്ള കർമ്മം അനുഷ്ഠിക്കേണ്ടത് കൊണ്ടാണ് രാമൻ മനുഷ്യ അവതാരമായത്. ആ രാമനാണ് രാവണനെ കൊന്നത്. സർവ സൗഭാഗ്യത്തിൽ ജനിച്ചിട്ടും സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ വനവാസം സ്വീകരിക്കേണ്ടി വരിക, അതിൻ്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുക, സ്വപത്നിയെ വെടിയേണ്ടി വരിക തുടങ്ങി ഒരു മനുഷ്യൻ്റെ എല്ലാ ദൗർബല്യങ്ങളും കുറവുകളും രാമനിലുണ്ട്. രാമൻ ഒരു പ്രതീക അവതാരമാണ്. ഏത് അഭൗമ ശക്തി സംഭവനായാലും ഭൂമിയിൽ നരജന്മമെടുത്താൽ ദുരിതങ്ങളും ദുരന്തങ്ങളും ദൗർബല്യങ്ങളും ഏത് സൗഭാഗ്യങ്ങൾക്കിടയിലും അനുഭവിക്കേണ്ടി വരും എന്നതിൻ്റെ പ്രതീക അവതാരമാണ് ശ്രീരാമൻ. രാഘവനിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഈ യാത്രയുടെ ബാക്കി ഭാഗം രാമകഥാമൃതത്തിലൂടെ നാളെ കേൾക്കാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം.